അതൊക്കെ നല്ല തീറ്റ കൊടുത്തതിന് ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായോ? തിന്നാൻ കൊടുത്തടിക്കാൻ നേട്ടില്ല. അതാണ് ഞാൻ. ഹായ് ഫ്രണ്ട്സ്, രുദ്രാർജ 2009 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്നലെ ചർച്ച ചെയ്ത വിഷയം എന്തായിരുന്നു? നമ്മുടെ ഗ്രീഷ്മയാണല്ലേ, ഗ്രീഷ്മയുടെ വിധി. അതായിരുന്നു നമ്മൾ ഇന്നലത്തെ ചർച്ചയ്ക്ക് എടുത്തിരുന്നത്. ഒരു സ്ത്രീ പുരുഷനെ വഞ്ചിച്ചു എന്നല്ല പറയേണ്ടത്, കൊലപ്പെടുത്തി. മരിച്ചുപോയല്ലോ ഷാരോൺ, അപ്പം മരണപ്പെട്ടു. അപ്പോൾ ഒരു സ്ത്രീ ചെയ്ത കുറ്റമാണ് നമ്മളവിടെ കണ്ടത് അല്ലേ. ഇന്ന് നമ്മൾ തിരിച്ച് ഒരു പുരുഷന്റെ ലീലാവിലാസങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അവനെ ആദ്യം ഒന്ന് കാണാം. കണ്ടിട്ട് അവന്റെ ഒരു ചെറിയ പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കേൾക്കാം. കേട്ടിട്ട് വന്നാലോ? നിങ്ങൾ തയ്യാറാണോ? ഓക്കെ, വായോ. നമുക്ക് അവനെ കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് അവനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കണ്ടല്ലോ നിങ്ങൾ ഇവനെ. ഇവനാണ് നിഷാൽ അഹമ്മദ്, ഒരു യൂട്യൂബറാണ്. ഇവൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് കേട്ടോ. ഇവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ വേട്ടയാടി, സ്ത്രീകളോട് സംസാരിച്ച് അവരെ വശത്താക്കി, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്ത്, അത് നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോയിലൊക്കെ എടുത്ത് വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരിൽ നിന്ന് പണമൊക്കെ അടിച്ചു മാറ്റി ജീവിക്കലാണ് ഇവന്റെ ലക്ഷ്യം. ഇവൻ ലൈവിൽ വന്നിരുന്ന് പറഞ്ഞൊരു കുറച്ച് വോയിസ് ഉണ്ട്, നമുക്കൊന്ന് കേൾക്കാതെ. അതൊക്കെ നല്ല തീറ്റ കൊടുത്തതിന് ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായോ? തിന്നാൻ കൊടുത്തടിക്കാൻ നേട്ടില്ല. അതാണ് ഞാൻ. സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും, അപ്പൊ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന്ന് കാര്യം മനസ്സിലായല്ലോ ഞങ്ങൾക്കല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്ന ചെയ്താല് അത് കുളിച്ചാ പോകുന്ന ഒരു ചൊല്ലുണ്ട്, പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാ പോവില്ല. മനസ്സിലായോ? ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണ് തന്നെയാണ്. അടക്കാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റിക്കണ്ടല്ലോ പുളിയും, അത് പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും. മനസ്സിലായോ? വീണ് കഴിഞ്ഞാൽ അത് തുള വീണ് തന്നെയാണ്. അടക്കാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റിക്കണ്ടല്ലോ പുളിയും, അത് പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും. മനസ്സിലായോ? ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ അവന്റെ വീഡിയോ ക്ലിപ്പിംഗ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഡബിൾ മീനിങ്ങിന്റെ ഉസ്താദാണ് നമ്മുടെ ബോച്ചെ. ആ ബോച്ചെ ഇവന്റെ മുമ്പിൽ ശിഷ്യയാണ് അല്ലേ? ശിഷ്യനാണ്. ബോച്ചയെക്കാട്ടിയും ഡബിളൊന്നല്ല, നമ്മൾ പറഞ്ഞ 4 ഇരട്ടി വില്ലനാണ് ഇവൻ. ഡബിൾ മീനിങ് ഉപയോഗിക്കുന്നവര്. ഇവന്റെ ചുറ്റിക ഉണ്ടല്ലോ, ചുറ്റിക, മതിലിൽ അടിച്ചു കയറ്റുന്ന ഓട്ടയിടുന്ന ചുറ്റിക, ആ ചുറ്റിക എടുത്ത് ഇവന് മണ്ട അടിച്ച് പൊട്ടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ വിലസുന്നത്. ഇവന് ഇരയായിരിക്കുന്നത് വെറും കുഞ്ഞു മക്കൾ വരെയാണ്, സ്കൂൾ കുട്ടികൾ വരെ, ഡിവോഴ്സിയായ സ്ത്രീകൾ ഉൾപ്പെടെ കുഞ്ഞു കുട്ടികൾ വരെ ഇവന്റെ ലീലാവിലാസങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. എറണാകുളം തൊട്ട് കാസർഗോഡ് വരെ ഇവൻ ഹോട്ടലുകളിൽ റൂം എടുത്തിട്ടുണ്ടെന്നും ഒക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ. ഇവന്റെ ഈ ലീലാവിലാസങ്ങളെ കുറിച്ച് നമുക്ക് യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചൊരു ഖാദർ കരിപ്പിടിയുടെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് നമ്മൾ ഇവന് അറസ്റ്റിലായതും ഇവന്റെ വാർത്തയും പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പിംഗ്സ് ഞാനിവിടെ ചേർക്കാം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഈ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിന് റെസ്റ്റ് ഇല്ലായിരുന്നു എന്ന്. അത്രമാത്രം കോളുകളാണ് വന്നിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ അബദ്ധം പറ്റിയ കാര്യങ്ങൾ വീട്ടിൽ പറയാൻ പറ്റാത്ത സ്ത്രീകൾ ഒരുപാടുണ്ടായിരുന്നു. അവരെല്ലാരും അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു എന്ന് അദ്ദേഹം ഒരു ക്ലിപ്പിങ്ങിൽ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം, അദ്ദേഹം ഇവനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് സീൻ പിടിക്കാനല്ല, സീൻ പിടിക്കാൻ അതൊരു കാമുകന്റെ അവകാശമാണ്. ഇവൻ ദുരുപയോഗം ചെയ്ത ഇവന്റെ കെണിയിൽ വീണുപോയ സ്ത്രീകൾ ഇവന്റെ ലൈവിൽ വന്നിട്ട് നഗ്ന ചിത്രങ്ങൾ നിന്റെ കൈവശം വെച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് കാമുകന്റെ അവകാശമാണെന്നാണ് ഇവൻ പറയുന്നത്. ഒരു കാമുകന്റെ അവകാശമാണ് പോലും ഇത്ര
ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പിടിക്കുക എന്നുള്ളത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇവന്റെ വലയിൽ സുഖത്തിന് വേണ്ടി പോയ പെണ്ണുങ്ങളുണ്ട്, അവരുടെ കൂടെ ഞാൻ നിൽക്കില്ല. മറിച്ച് ഇതിൽ കൃത്യമായി പഠിച്ച് പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കണ്ടല്ലോ ഖാദർ കരിപ്പിടിയുടെ വോയിസ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇദ്ദേഹം പറയുന്നത് കേട്ടോ, ഇദ്ദേഹത്തിന് ഇതിലകപ്പെട്ടു പോയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇവനെതിരെ കേസിൽ ഏറ്റവും നല്ല അഡ്വക്കേറ്റ്സിനെയൊക്കെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വേദനയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദന ഉളവാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്റെ ഉമ്മയാണ് ഇവന് കട്ട സപ്പോർട്ട് എന്നുള്ളതാണ്. ഇവൻ ഉമ്മ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഒരു ലൈവില് വന്നിരുന്ന അവന്റെ ഉമ്മ പറയുന്ന ഡയലോഗ് നിങ്ങളൊന്ന് കേൾക്കണം. രാത്രി മതിലായിരുന്നു എനിക്ക് എന്തിനാ റൂം എടുത്തോണ്ടാണ്ട ആവശ്യം? എന്താ പ്രാന്തം? മാസം 3 പ്രാവശ്യം മതിലായിരുന്നു എനിക്ക് എന്താണ് അല്ലെങ്കിൽ റൂം എടുത്തോണ്ടാണ്ട ആവശ്യം? ഇതൊക്കെ സത്യമാണോ ബ്രോ? ലൈവിൽ അത് അവൾക്ക് ഭ്രാന്ത്, അവളെ പറയാ അവളെ റൂം എടുത്തോണ്ട് വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തിൽ മാനം കെട്ടിയ ഇത് എന്താ വിചാരിച്ചത്? നിങ്ങളെ ഞങ്ങളില്ല തൊലൊന്ന് വെക്കാൻ നിർത്തി കെട്ടോളാൻ. ഇതിന് മുന്നേ ഒരു വളരെ പ്രശ്നമായി വന്നേ. അതിന് ആൾക്കാർ എച്ചുകൊണ്ട് ഒരു പ്രവാസിന്റെ മുബഷീർ തീർന്നിട്ടില്ല, വീണ്ടും ഉണ്ട്. ഒരു ഫോണിൽ വാട്സപ്പ് റെക്കോർഡ് ചെയ്തേക്കുന്നതാണ് ഫുള്ള്. അവരെ മോനെ സപ്പോർട്ട് ചെയ്തിട്ട്, പത്തനംതിട്ട എനിക്ക് ആളുണ്ട്, എറണാകുളത്ത് എനിക്ക് ആളുണ്ട്, എൻ്റെ മോനെ നിങ്ങൾ യൂസ് ചെയ്തതാണ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ മോനെ കാശ് കൊടുത്തത്, നിങ്ങൾ കാശ് കൊടുത്ത് എൻ്റെ മോനെ അപമാനിക്കുന്നത്, ഞങ്ങളുടെ കുടുംബത്തെ അപമാനിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു സ്ത്രീയുടെ ഒരു സംസാരം ഉണ്ടല്ലോ. ദൈവമേ, സത്യം പറഞ്ഞ മക്കളൊക്കെ ഇങ്ങനെ തെറ്റ് ചെയ്താൽ അമ്മമാരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമോ? ഞാനതാ പറഞ്ഞു, ഇന്നലെ ഗ്രീഷ്മയുടെ കേസിൽ ഗ്രീഷ്മയുടെ അമ്മ ഗ്രീഷ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തു. ഇന്ന് നിഷാലിന്റെ കേസിൽ നിഷാലിന്റെ അമ്മ നിഷാലിനെ സപ്പോർട്ട് ചെയ്തു. തന്റെ മക്കൾ തെറ്റുകാരാണെന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് ഈ അമ്മമാരൊക്കെ ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? കുറച്ചുകൂടെ വോയിസ് ഉണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് വരൂ. ബാക്കി ഞങ്ങൾ പത്തനംതിട്ടയിലും എത്തിക്കൂട്ടാ. നാളെ എല്ലാവർക്കും വരണ്ട് കോളി, എല്ലാവർക്കും വരെ അന്റെ എല്ലാ ശിങ്കിടിയേക്കും വരണ്ട്. എല്ലാവരും നിങ്ങളെ വീട്ടുകാരും നിങ്ങളും കൂടെ ആ ചെക്കനെ കൊണ്ട് യൂസ് ചെയ്തുകാണ്ട് മോളൊക്കെ എടുത്തി കൊടുത്താണ്ട് എല്ലാ തമ്മാർത്തരം ചെയ്തുകാണ്ട് ചെക്കനെ കൊണ്ട് അതിന്റെ ഉള്ളിലിട്ട് ഞങ്ങൾ വീട്ടുകാർ വെറുതെ എടുക്കും വിചാരിച്ചാ, നാട്ടുകാരും വീട്ടുകാർ വെറുതെ എടുക്കും വിചാരിച്ചാ. എന്തിനാ എന്റെ മോന് പൈസ തന്നതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം. നിങ്ങൾ ഓരോരോ പെണ്ണുങ്ങളും പൈസ കൊടുത്തിട്ട് എന്തിനാന്നല്ലേ ഞങ്ങൾ തെളിയിച്ചോളാം. നാളെ നിങ്ങളെ സ്ഥലം താഴ്ത്തി നിങ്ങൾ ഓടണം കോടതിന്റെ ഉടനെ ഓർത്തോ. നമുക്ക് കാണാം. ഇനി ഞങ്ങൾ വെറുതെ എടുക്കും നിങ്ങൾ വിചാരിക്കണ്ട. ഇതെന്താ ഞാൻ പത്തനംതിട്ട ഞങ്ങൾക്ക് ആളില്ല. വിവാഹം കഴിച്ച സ്ത്രീകളാണ് കേട്ടോ ഇവ ഏറ്റവും കൂടുതൽ നോട്ടപ്പെടുന്നത്. ഇവന്റെ ഒരു ഡയലോഗ് ഞാൻ മുമ്പ് കേൾപ്പിച്ചല്ലോ, ഫുഡ് കൊടുത്തിട്ട് ശേഷം അടിക്കുള്ളൂ. ഇവനെ പറയുന്ന ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, വെറും വൾഗർ ആയിട്ടുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇവൻ പറയുന്നത്. ഇവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. ഇവനെ ജയിലിലാക്കിയത് 4 സ്ത്രീകൾ ചേർന്നിട്ടാണ്. ജയിലിലായത് എങ്ങനെയാ? ഇവൻ ഈ ചാരിറ്റി, ഈ തട്ടിപ്പുകളിൽ ഏറ്റവും വലുതാണല്ലോ ചാരിറ്റി തട്ടിപ്പ്. ഇവന്റെ ചാരിറ്റി തട്ടിപ്പ് ചെയ്തു. ഒരു പയ്യാത്ത ഒരു ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയുടെ പേരിൽ പേയ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ നമ്പർ കൊടുത്തു. സ്ത്രീയുടെ നമ്പർ കൊടുത്തു. ആ സ്ത്രീയുടെ നമ്പർ ഇവൻ കൊടുത്തപ്പോൾ ഇവന്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾ ആ സ്ത്രീയെ വിളിച്ചു. അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇവനെ പൂട്ടിയത്. ഇവനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്താ പറയേണ്ടത്? ഇനിയെങ്കിലും നമ്മുടെ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചതിക്കുഴികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ ഇൻസ്റ്റാഗ്രാം തരുമോ, വാട്സപ്പ് നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് വരും. നമ്മുടെ കല്യാണം കഴിഞ്ഞവരടുത്താണ് പറയുന്നത്. കല്യാണം കഴിയാത്ത കൊച്ചു കുട്ടികൾ ഇതിൽ ഇടപെടുന്നുണ്ട്. അതിൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ, പേരൻസിന് മാത്രമേ അതിനെ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, അവർ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? അയ്യോ മോളൂസേ ചക്കരെ, നിന്റെ ഹസ്ബൻഡ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ കാര്യം പറയണോ, നിന്റെ ഹസ്ബൻഡ് അങ്ങനെയാണോ, ഇത്ര ദേഷ്യമാണോ, മറ്റേതാണോ മറിച്ചതാണോ പറഞ്ഞു വരും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഹസ്ബൻഡ് മോളൂസെ ചക്കരെ പൊന്നിയെന്ന് വിളിക്കാൻ സമയമില്ലാതെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയിരിക്കുകയാണ്. അവർക്ക് ഇതിനുള്ള സമയമില്ല. മനസ്സിലായോ? കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെ, അവർ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കില്ല. തെറ്റായ ചിന്തയിലൂടെ മാത്രമായിരിക്കും ഇവർ നോക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇപ്പോഴത്തെ സ്ത്രീകൾക്കുണ്ടാകണം. ഓക്കെ, നമ്മുടെ
എന്താ ഭർത്താക്കന്മാര് നമ്മളെ സ്നേഹിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല എന്നൊരു ചിന്തയിലൂടെയാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീകളിൽ പലരും ഈ മറ്റു ഇതുപോലുള്ള ചതിക്കുഴിയിൽ ചെന്ന് പെട്ടതിന് ശേഷം ഇതിൽ നിന്ന് കരകയറാൻ പറ്റുമോ? ഇല്ല. പിന്നെ കുഞ്ഞു മക്കളുടെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെടുത്താണ് കേട്ടോ, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഇത്ര മണിക്ക് തിരിച്ചു വരണം, ട്യൂഷൻ കഴിഞ്ഞ് എത്ര മണിക്ക് എത്തണം, സ്കൂളിൽ നിന്ന് എത്ര മണിക്ക് എത്തി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മുടെ കുട്ടികൾ നമ്മുടെ പേരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുകയും ചെയ്യുമ്പോഴാണ് ആ കുട്ടികൾ ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത്. നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം, എല്ലാത്തിനും റെസ്ട്രിക്ഷൻ കൊടുക്കണം. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മളോട് എന്നും തുറന്നു പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെയുള്ള നരാധപന്മാരുടെ കയ്യിലൊന്നും പോയി പെടുകയില്ല കേട്ടോ. ഒരുത്തൻ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നേരെ ചെന്ന് വന്ന് പേരൻസിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു ഗട്ട്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ കുഞ്ഞു മക്കൾ ഇതിൽ പെട്ടുപോകും. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെയാണ് കൂടുതൽ നോട്ടോട്ടിരിക്കുന്നത്. അതും ഡിവോഴ്സി ആയിട്ടുള്ളവരൊക്കെ, ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന അവരെയൊക്കെയാണ് നോട്ടോട്ടിരിക്കുന്നത്. ഇവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരെ വിളിച്ച് സംസാരിക്കും, വീഡിയോ കോൾ, ഓഡിയോ കോളിലൂടെ ഒക്കെ സംസാരിക്കും. ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ചോദിച്ച് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ന്യൂഡ്സ് ഒക്കെ ആവശ്യപ്പെടും. ന്യൂഡിലൂടെ അവൻ എന്ത് ചെയ്യും, അതൊക്കെ അവൻ സ്ക്രീൻ ചെയ്തെടുത്ത് വെച്ച് അവനെ ഒരു ഹോട്ടൽ റൂമുകളിൽ എത്തിക്കും. ഹോട്ടൽ റൂമുകളിൽ ഫുള്ള് ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ക്യാമറ വെച്ചിട്ട് അത് മൊത്തം ഷൂട്ട് ചെയ്ത് ഇനി ഇവരെ പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അവരെ കയ്യിൽ നിന്ന് മാല, കമ്മൽ, സ്വർണ്ണങ്ങൾ, പൈസകൾ എല്ലാം അടിച്ചു മാറ്റുകയാണ് ഇവൻ ലക്ഷ്യം. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇതിൽ അകപ്പെട്ടു എന്ന് സ്ത്രീകൾ മനസ്സിലാക്കുന്നത്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആര് വന്ന് ചക്കരെ പൊന്നേന്ന് വിളിച്ചാലും നമുക്ക് നമ്മളെ തിരിച്ചറിയാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവണം. ഏത് രീതിയിലാണ്, ഒരു നോട്ടത്തിൽ തന്നെ നമ്മളെ അവർ ഏത് രീതിയിലാണ് നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലുള്ള നിഷാൽ അഹമ്മദ്മാരുടെ കൈകളിൽ ചെന്ന് പെടാതെ നമ്മുടെ കുഞ്ഞു മക്കളെയും നമ്മളെയും എല്ലാം സ്വയം സംരക്ഷിക്കുക. അതുപോലെ ഇങ്ങനെയുള്ളവന്മാരെ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുക. മുന്നും ഒന്നും നോക്കരുത്. നമുക്ക് എന്ത് അബദ്ധം പറ്റിക്കഴിഞ്ഞാലും പിന്നെ അതിൽ നമ്മൾ ഒരു അബദ്ധം പറ്റി അത് നമ്മൾ തുറന്ന് പറയാതെ നമ്മൾ മനസ്സിൽ അടക്കി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അബദ്ധങ്ങളിലേക്ക് ചെന്നുപെടുകയുള്ളൂ. നമ്മുടെ മാന്യതയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരുവിധപ്പെട്ടവരൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒളിച്ചു വെക്കുകയാണെങ്കിൽ നാളെ ഇത് വേറൊരാളുടെ അടുത്ത് ആവർത്തിക്കും. നാളെ അവർക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുക. ഇതുപോലുള്ളവന്മാരുടെ കയ്യിൽ അകപ്പെടാതിരിക്കുക, സൂക്ഷിക്കുക. നമ്മളെ തന്നെ സൂക്ഷിക്കുക. മക്കളെ വളർത്തുന്നവർ ഇപ്പം ഏത് പേരൻ്റായാലും തന്നെ മക്കളോട് ഫ്രണ്ട്ഷിപ്പിൽ നല്ലപോലെ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുക. അപ്പോൾ എന്തുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ നമ്മളോട് വന്ന് പറയും. ഇത്ര മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. നിഷാൽ അഹമ്മദിന്റെ മറ്റു കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ വീഡിയോസിലെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ്സ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, സി യു. വീണ്ടും കാണാം.